Welcome to Pharma PHARMACIST channel. ആദ്യം ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ക്ലാസ്സൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ലെക്ചർ 4 ക്ലാസ്സാണ്. അപ്പം ആദ്യത്തെ കോമ്പൗണ്ട് സോഡിയം കാർബണേറ്റും സൾഫ്യൂറസ് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് സോഡിയം ബൈസൾഫേറ്റ് ആണ്. സോഡിയം ബൈസൾഫേറ്റ് നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റും പ്രിസർവേറ്റീവായിട്ടാണ് കൊടുക്കുന്നത്. സോഡിയം ബൈസൾഫേറ്റിൽ നിന്നാണ് സോഡിയം മെറ്റാബൈസൾഫേറ്റ് ഉണ്ടാക്കുന്നത്. ഒരു വാട്ടർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സോഡിയം മെറ്റാബൈസൾഫേറ്റ്. സോഡിയം മെറ്റാബൈസൾഫേറ്റിലെ കണ്ടൻറ്റ് നമുക്ക് എപ്പോഴും 95% ആയിരിക്കണം. പിന്നെ സോഡിയം മെറ്റാബൈസൾഫേറ്റിൻ്റെ അസേയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ്. സോ എന്തായാലും അത് റിഡോക്സ് ടൈട്രേഷനിലാണ് വരിക. കോപ്പർ സൾഫേറ്റിൻ്റെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ കോപ്പർ ടേണിങ്സും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ്. കഴിഞ്ഞ ദിവസം സിങ്ക് സൾഫേറ്റിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. സിങ്കും സൾഫ്യൂരിക് ആസിഡും അതുപോലെ ഫെറസ് സൾഫേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അയൺ ഫില്ലിങ്സും സൾഫ്യൂരിക് ആസിഡും കൂടെയാണ്. ബെൻഡനേറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് അലുമിനിയം സിലിക്കേറ്റ് ആണ്. ബെൻഡനേറ്റിൻ്റെ pH ലെവൽ എന്ന് പറയുന്നത് 9-നും 10.5-ൻ്റെ ഇടയിലായിരിക്കും. നമ്മൾ കെലാമിൻ ലോഷനിൽ ഒരു സസ്പെൻഡിങ് ഏജൻ്റ് ആയിട്ടാണ് ബെൻഡനൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി പോർട്ടബിൾ വാട്ടർ എന്നതാണ് പ്യൂരിഫൈ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ മെത്തേഡ്സ് ആണ് ഡിസ്റ്റിലേഷൻ ചെയ്യാം, അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഉണ്ട്, റിവേഴ്സ് ഓസ്മോസിസ് മെത്തേഡ് ഉണ്ട്. നമ്മളൊരു വാട്ടറിൻ്റെ ആസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഫ്ലാസ്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. മെയിൻലി പ്യൂരിഫൈഡ് വാട്ടർ സോൾവെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ മഗ്നീഷ്യം സ്റ്റീറേറ്റിൽ മഗ്നീഷ്യത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 3.8-നും 5-ൻ്റെ ഇടയിലായിരിക്കും. മഗ്നീഷ്യം സ്റ്റീറേറ്റിൻ്റെ അസയ്ക്ക് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് മോഡേൺ ബ്ലാക്ക് ആണ്. സോ എന്തായാലും കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി മഗ്നീഷ്യം സ്റ്റീറേറ്റിൻ്റെ യൂസ് ലൂബ്രിക്കൻ്റ് ആണ്. ഇനി അലുമിനിയം സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അലുമിനിയം സൾഫേറ്റ് കിട്ടും. അലുമിനിയം സൾഫേറ്റിൻ്റെ pH 2% സൊല്യൂഷൻ നമുക്ക് എടുത്താൽ ഒരു 2.5 to 4 എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഡിസ്റ്റിൽഡ് വാട്ടറിൽ പൈറജൻ ഫ്രീ ആയിരിക്കണം. ദെൻ സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ആൻറ്റി മൈക്രോബിൾസ് ഒന്നും പാടില്ല. സിങ്ക് സ്റ്റീറേറ്റിൻ്റെ ഫോർമുല C17H35COO ട്വൈസ് സെഡ്. അപ്പോൾ സിങ്ക് 2+ ആണ്, അതുകൊണ്ടാണ് സ്റ്റീറിക് ആസിഡിൻ്റെ സ്റ്റീറേറ്റ് എന്നുള്ള മോയിറ്റി ട്വൈസ് ആയത്. സ്റ്റീറിക് ആസിഡ് എന്ന് പറയുമ്പോൾ C17 ഒരു കാർബൺ ചെയിനാണ്, അതിൻ്റെ ടെർമിനൽ എൻഡിൽ COOH ഉണ്ടാവും. ഇനി അലുമിനിയം സൾഫേറ്റിൻ്റെ ആ പെർസെൻറ്റേജ് 51-നും 59-ൻ്റെ ഇടയിലായിരിക്കും. SCMC കാർബോക്സി മീഥൈൽ സെല്ലുലോസ് അതിൻ്റെ pH 6-ൻ്റെയും 8-ൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ അതിൽ സോഡിയത്തിൻ്റെ അളവെന്ന് പറയുന്നത് 6.5-ൻ്റെയും 10.8-ൻ്റെ ഇടയിലായിരിക്കണം. ഇനി മെയിൻലി SCMC സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ് ബൾക്ക് ലാക്സേറ്റീവ് ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഫാർമസ്യൂട്ടിക്കലി നമുക്ക് തിക്കനിങ് ഏജൻ്റ് ആയിട്ട് ആഡ് ചെയ്യാനും സാധിക്കും. ബൾക്ക് ലാക്സേറ്റീവ് പറയുമ്പോൾ ഇത് ബവലിലെ കണ്ടൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് ലാക്സേറ്റീവിൻ്റെ മീനിങ്. ഇനി സിങ്ക് സ്റ്റീറേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫാറ്റ് ഹൈഡ്രോളൈസ് ചെയ്തിട്ടാണ്. സിങ്ക് സ്റ്റീറേറ്റിൻ്റെ കളർ വൈറ്റ് ആയിരിക്കും. സിങ്ക് സ്റ്റീറേറ്റിൽ സിങ്കിൻ്റെ അളവ് 10 to 12%. സിങ്ക് സ്റ്റീറേറ്റിൻ്റെ യൂസ് ഡസ്റ്റിംഗ് പൗഡർ. സോഡിയം ഫോമാൽഡിഹൈഡ് സൾഫോക്സിലേറ്റ് എന്നുള്ള കോമ്പൗണ്ട് മെയിൻലി ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് അതിൻ്റെ യൂസ്. സോ അതിൻ്റെ ഒരു pH എന്ന് പറയുന്നത് 9.7 to 10.5-ൻ്റെ ഇടയിൽ. സോഡിയം ഫോമാൽഡിഹൈഡ് സൾഫോക്സിലേറ്റിൻ്റെ അസേ യൂസ് ചെയ്യുന്നത് സ്റ്റാർച്ച് സൊല്യൂഷനാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ എന്തായാലും റിഡോക്സ് ടൈട്രേഷൻ തന്നെ ആയിരിക്കും. ഇനി സോഡിയം ഫോമാൽഡിഹൈഡ് സൾഫോക്സിലേറ്റിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് 45-ൻ്റെയും 50%-ൻ്റെയും ഇടയിലായിരിക്കും. ഇതിന് ഒരു ഗാർലിക് ലൈക്ക് ഓർഡറാണ് ഉണ്ടാവുക. അലുമിനിയം സൾഫേറ്റ് ലാർജ് സ്കെയിലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കവോലിൻ നിന്നാണ്. ഈ കവലിനെ നമ്മൾ വേറൊരു പേര് പറയും ചൈന ക്ലേ. ബെൻഡനൈറ്റിൻ്റെ ഫോർമുലയാണ് Al2O3 6SiO2 NH2O.
ബെനഡൈറ്റിൻ്റെ മെയിൻ യൂസ് നമ്മൾ പറഞ്ഞു, ബൾക്ക് ലാക്സേറ്റീവായിട്ട് കൊടുക്കുന്നു. സോ അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, സ്വെല്ലിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ ഇത് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ബെനഡൈറ്റ് സ്വെല്ല് ചെയ്യും, എന്നിട്ടാണ് ബവലിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. ഇനി സോഡിയം മെറ്റാബൈസൾഫേറ്റ് നമ്മൾ പേപ്പർ ബ്ലീച്ച് ചെയ്യാനും ഫോട്ടോഗ്രാഫിക് ഡെവലപ്പേഴ്സിനുമാണ് അതിൻ്റെ മെയിൻ യൂസ്. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും വീഡിയോസ് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക.